ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും വീണ്ടും പ്ലേ സ്റ്റോറിലൂടെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ പ്ലേ സ്റ്റോർ തന്നെ അൺഇൻസ്റ്റാൾ ആയിപ്പോയി കഴിഞ്ഞാലോ, അതായത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അബദ്ധവശാൽ പ്ലേ സ്റ്റോർ അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ തിരിച്ചും വീണ്ടെടുക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എങ്ങനെ അത് നമുക്ക് തിരിച്ചെടുക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാൻ കഴിയും. ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോർ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ എവിടെയെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാം. ഇവിടെ കണ്ടോ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ എവിടെയെങ്കിലും എനേബിൾ എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ കാണുന്നുണ്ട് എനേബിൾ എന്ന ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ തിരിച്ച് കിട്ടിയിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഡിസേബിൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ആയി പോകുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇതുപോലെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഇങ്ങനെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ നോക്കി തിരഞ്ഞു പിടിച്ചാൽ കാണുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.